2020 മുതലേ ലോകത്ത് കൊഗ്നിറ്റീവ് ഏജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. എന്താണ് ഈ കൊഗ്നിറ്റീവ് ഏജ്? ഇതുവരെ മനുഷ്യന് കുറേ ഡാറ്റകളും അറിവുകളൊക്കെ ആക്സ് ചെയ്തും ഷെയർ ചെയ്തും അങ്ങനെ പലതരത്തിലും അതിന്റെ ബെനിഫിറ്റ് കൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യന്റെ കൊഗ്നിറ്റീവ് പവർ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി എനേബിൾഡ് ആയിട്ട് ഒരു ഹയർ എൻഡ് വേർഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി അതിന്റെ ബെനിഫിറ്റ് കൊണ്ടായിരിക്കും മനുഷ്യൻ ജീവിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആയുധം AI തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, പ്രഡിക്ഷൻ, അതായത് ഭാവി പ്രവചിക്കാനും നമ്മൾ എടുക്കുന്ന ചെറുതും വലുതായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഒരുപക്ഷെ മനുഷ്യന്റെ ബുദ്ധിയോ അതല്ലെങ്കിൽ മനുഷ്യന്റെ അതേപോലെ കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധിയോ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും ജീവിക്കുക. പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ ഒരു ഓട്ടോണമസ് വേൾഡ് ആയിരിക്കും നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി കാര്യമായിട്ട് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിലും ജോലിയിലും നമുക്ക് വരുമാനം കൂട്ടാനും കൂടുതൽ പണം സമ്പാദിക്കാനും നമുക്ക് എന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് ഡെവലപ്പർ ആയിട്ടോ അതിന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടോ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു എക്സ്പേർട്ട് ആയിട്ടോ ഒരു പ്രൊഫഷണൽ ആയിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും. പൈസ ഇത് എത്രത്തോളം സമ്പാദിക്കണം, എങ്ങനെ വരുമാനം വരണം, നിങ്ങളുടെ ബിസിനസ്സിനകത്തോ ജോലിയിലോ ഇത് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കൊണ്ടിരിക്കണം.